പൊതുവേ പലർക്കും തോന്നുന്നതാണ് ഒരു കുരുമുളകിൻ്റെ കമ്പ് ഇതുപോലെ വെട്ടിയെടുത്ത് അതൊരു മണ്ണിൽ കുത്തി വേര് പിടിപ്പിക്കുന്നതിനാണോ 200-400 ഒക്കെ എന്നൊക്കെ. എന്നാൽ അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നോക്കിയാൽ നമുക്കെല്ലാം ഒരുവിധം മനസ്സിലാക്കാൻ കഴിയും. ഒരു കമ്പ് നട്ട് അത് വേര് പിടിച്ച് ഒരു തൈയാവുന്നത് വരെ കുറേയേറെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. നമുക്കറിയാം എത്രയെത്ര നഴ്സറികളാണ് തുറന്ന് ഒരു മാസം തികയുന്നതിന് മുമ്പേ അടച്ചുപൂട്ടി പോകുന്നതെന്ന്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള അവസ്ഥകളൊക്കെ ഇങ്ങനെയുള്ളതാണ്. എന്നാൽ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യുന്നതായതുകൊണ്ട് നമുക്കങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ട് നമുക്കിതിൻ്റെ കോട്ടങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്നതാണ്. നമ്മൾ ഈ നട്ടുകൊണ്ടിരിക്കുന്ന ബാഗുകളൊക്കെ ഓൾറെഡി മണ്ണ് നിറച്ചതായിട്ട് നിങ്ങൾക്ക് കാണുന്നില്ലേ? അതുകൊണ്ട് തന്നെ അത് മുമ്പേ 2-3 പ്രാവശ്യം നട്ടുപോയിട്ട് അത് ഉണങ്ങിപ്പോയ ബാഗുകളാണ് നമ്മൾ ഈ വീണ്ടും റീപ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇടയിലൊക്കെ തൈ പിടിക്കാത്തതുണ്ട്. അപ്പോൾ ആ ഇടയിലുള്ളതൊക്കെ നമ്മൾ ആ തൈ പിടിക്കാത്തതൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ച് വീണ്ടും തൈകളിങ്ങനെ അങ്ങോട്ട് വേര് പിടിച്ച് എന്ന് തോന്നുന്നത് നമ്മൾ അങ്ങോട്ട് അടുപ്പിച്ച് വെക്കണം. എന്നാലും 1-2 ആഴ്ച കഴിഞ്ഞാൽ അതിൽ നിന്ന് വീണ്ടും മാറ്റി വെക്കാനുണ്ടാവും. ചിലത് കേടുവന്നിട്ടുണ്ടാവും. അതൊക്കെയാണ് ഇതിൻ്റെ കഥ. അപ്പോൾ അങ്ങനെ കുറേയേറെ പ്രയാസങ്ങളൊക്കെ ഇതിനുമുണ്ട്. ആവശ്യക്കാരുടെ പോക്കറ്റിലുള്ള പൈസകളൊക്കെ നമ്മളെ കയ്യിലെത്തണമെങ്കിൽ കുറച്ചൊക്കെ ഇതിൻ്റെ പിന്നിൽ മെനക്കേടുണ്ട്. അതിപ്പോൾ കുരുമുളകിൻ്റെ തൈയായാലും അതിപ്പോൾ നമ്മൾ മറ്റുള്ള ഏത് തൈകളായാലും അതിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് തോന്നും ഒരു കമ്പ് എടുത്ത് വെച്ച് അതിന് 100, 200, 300 ഒക്കെ വാങ്ങുന്നല്ലോ എന്നുള്ളൊരു ചിന്തകളൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ ചിന്തകളൊക്കെ നമ്മൾ ഇതിലേക്ക് ഇറങ്ങി ചെന്നാൽ മാത്രമേ ആ ചിന്തകൾക്കൊക്കെ ഒരു വിരാമം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. എത്രയെത്ര നഴ്സറികളാണ് നമ്മളെ നാട്ടിലൊക്കെ തുറന്ന് അതൊന്നും ആവാതെ വലിയ മുതൽ മുടക്കോടെ കൂടിയിട്ട് തുറന്നു കഴിഞ്ഞിട്ട് അതൊന്നും ആവാതെ നിർത്തി അടച്ചു പൂട്ടി പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നഴ്സറിയൊക്കെ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ ഉദ്ദേശങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി നമ്മളെ വീട്ടിൽ തന്നെ ഇങ്ങനെ ചെയ്യാൻ കിട്ടിയത് മതി എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ചെറിയ പരിപാടിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുറത്തു നിന്ന് നമ്മളൊന്നും വാങ്ങുന്നില്ല, നമ്മൾ ഉണ്ടാക്കുന്നത് മാത്രം സെയിലാക്കുന്നു എന്ന് മാത്രം. കാരണം പുറത്തു നിന്ന് തൈകൾ വാങ്ങി അത് പിന്നെ സെയിലാക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിന് ഒരു മുറിവായിരിക്കും. പിന്നെ ആ മുറിവ് നമ്മളെ ഈ ചെയ്യുന്ന പ്രവൃത്തികൾക്കൊക്കെ ആ മുറിവ് ബാധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു മുറിവേൽക്കണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ നമ്മളാൽ കഴിയുന്നത് ഉണ്ടാക്കി വിൽപ്പന ചെയ്യുന്നു. ആവശ്യക്കാർക്ക് വേണ്ടവർക്ക് ചോദിക്കാം. നമ്മളെപ്പോലെ നിങ്ങളിൽ ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്കും ഒരു ഉപകാരമാകും. അതല്ല, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കാണുന്ന മറ്റാർക്കെങ്കിലും താല്പര്യം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടൊക്കെ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. പല തൈ ഉൽപ്പാദനത്തിൻ്റെ നഴ്സറിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ നല്ല ഇനം തൈകളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെ ഇങ്ങനെ കുറേ കാലി കവറുകളും ഇങ്ങനെ അവിടെയൊക്കെ കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഈ കാലി കവറിനെ കുറിച്ച് അന്വേഷിക്കുകയൊന്നുമില്ല. നമ്മൾ മറ്റുള്ളതിനെക്കുറിച്ച് അന്വേഷിച്ച് അതിൻ്റെ വിലയൊക്കെ ചോദിച്ച് വില പേശിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു പറയാറുള്ളത്. പക്ഷെ കാലി കവർ എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? ആ അറിഞ്ഞിരിക്കേണ്ട അറിവാണ് നമ്മളിതിൻ്റെ മുമ്പേ പറഞ്ഞത്. 2-3 പ്രാവശ്യമായിട്ട് നട്ടിട്ടും വേര് പിടിക്കാതെ പോയിട്ടും ചീഞ്ഞു പോയിട്ടും ഉള്ള കവറുകളാണ്. അത് വീണ്ടും റീപ്ലാന്റ് ചെയ്ത് ഇങ്ങനെ വീണ്ടും മറ്റൊരു റീപ്ലാന്റിങ്ങിന് വേണ്ടി കാത്തിരിക്കുന്നതാണ് ഈ കവറുകളൊക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന പ്രതീക്ഷയോടെ നമ്മൾ ഈ വീഡിയോയുടെ നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.